നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ നിലവിലെ തടസ്സം എന്താണ്. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലുമായി നിങ്ങളുടെ എനർജിയെ പങ്കുവയ്ക്കുക. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. നിലവിലെ തടസ്സം എന്താണ് എൻ്റെ വ്യൂസിൻ്റെ? ഓക്കെ, ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ കപ്പ് മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. മറിഞ്ഞു കിടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് റിലേഷൻഷിപ്പ് ആകാം, സാമ്പത്തിക കാര്യമാകാം. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ അമിതമായി വിശ്വാസം അർപ്പിച്ചിരുന്നു. ആ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടമായി പോയിരിക്കുന്നു. സ്റ്റക്കായി നിൽക്കുകയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനോ അല്ലെങ്കിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുവാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ വളരെ വിഷമിച്ച് നിങ്ങൾ ഒരുപാട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നിങ്ങളെ സഹായിക്കാനോ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാനോ കഴിയാത്ത അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു എനർജി, ബാലൻസ് മുഴുവനായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് കാണുന്നു. ഓക്കെ, പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കുന്നത്. നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യം ബാലൻസ് ആകുന്നില്ല എന്നുള്ളതാണ്. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. വിശ്വാസം തിരികെ കിട്ടുന്നില്ല എന്നുള്ള എനർജി കൂടി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. അടുത്ത പ്രധാന മാറ്റം എന്താണ് എൻ്റെ വ്യൂസിൽ വരാൻ പോകുന്നത്? അടുത്ത പ്രധാന മാറ്റം എന്താണ്? അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ഈ വഹിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ഈ ഭാരം നിങ്ങൾ ഇറക്കി വെക്കുകയാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടായിരിക്കാം. അവരുടെ കാര്യവും ഇവരുടെ കാര്യവും ഒക്കെ. നിങ്ങളുടെ സ്നേഹം കൊണ്ടൊക്കെ നിങ്ങൾ മറ്റുള്ളവരുടെ കുറേ ഭാരങ്ങളൊക്കെ ഞാൻ കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് അവസാനം അത് നിങ്ങൾക്ക് ഊരാ കുടുക്കായിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ ഓവർ തിങ്കിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഭാരങ്ങൾ തലയിൽ കയറ്റി നടക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ അടുത്ത സമയത്തായിട്ട് വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതെല്ലാം റിലീസാകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇറക്കി വെക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ള പട്ടണം അടുത്തിരിക്കുന്നു. അപ്പം കുറച്ച് സമയം കൂടി ഇനി ബാക്കിയുള്ളൂ. അതിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ശ്രദ്ധയും ഊർജവും എന്തിനു വേണ്ടി ചിലവാക്കുക? പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ശ്രദ്ധയും ഊർജവും എന്തിനു വേണ്ടിയാണ് ഇനി ചിലവാക്കേണ്ടത്? പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഇനി ചിലവാക്കേണ്ടത്. ഈ ഒരു വ്യക്തി വിജയത്തിലേക്ക് കടന്നു പോവുകയാണ്. തൻ്റെ പാഷൻ എന്താണോ അതിന് വേണ്ടിയിട്ട് ചിലവാക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഇത് ഫയർ എനർജിയാണ് കാണിക്കുന്നത്. ആ ഫയറിനെ കത്തിജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഊർജവും ശ്രദ്ധയും ചിലവാക്കുക. അല്ലാതെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. ആവശ്യമില്ലാത്ത കുറേ ബേർഡൻ പിടിച്ച് തലയിൽ വെക്കാതിരിക്കുക. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിട്ട് നിങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കുക. ഓക്കെ.